ഹലോ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ല അടിപൊളി ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇന്നുള്ളത് കണ്ണലല്ലൂർ മുട്ടക്കാവിലുള്ള ഉപ്പുമുളകും പഴങ്കഞ്ഞി കടയിലാണ് കേട്ടോ. ഇന്ന് ഡിസംബർ 31 ആണ്. അത് കാരണം മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണ്. എന്നാൽ പിന്നെ ലേശം പഴങ്കഞ്ഞിയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ശിവക്കുട്ടൻ ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ അവനുണ്ടെങ്കിൽ ഈ പരിപാടികളൊന്നും നടക്കത്തില്ല. കൊച്ചിന് ഇച്ചിരി കടിച്ചു പറിക്കാനുള്ള സാധനങ്ങളൊക്കെ വേണം കേട്ടോ. ചിക്കൻ ഫ്രൈയോ ഫ്രൈഡ് റൈസോ ഒക്കെ വേണം. എന്താ ഇവിടെ വേറെ ബീഫ് ചട്ടിച്ചോറും പാഴ്സലും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ വാഴയില കഴിക്കുന്നവർ അതെടുത്ത് എല്ലാം കളയണമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു ചെറിയ ഭരണിയിൽ ഉപ്പും ഒരു ജഗ് വെള്ളവും ഒക്കെ ഉള്ളു കേട്ടോ. ശിവ ഇല്ലാത്തതുകൊണ്ട് സത്യത്തിൽ നല്ല ബോറടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിരുന്ന് സെൽഫി എടുത്തൊക്കെ സമയം കളയുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അത് സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല. സാധാരണ കാണുന്ന കണക്ക് തന്നെ ചീനിയും ഉണ്ടമുളകും പിന്നെ എന്താണ് ചമ്മന്തി, അച്ചാർ, ഉണക്കമീൻ, പിന്നെ പപ്പടം ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല. ഇത് പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ പറഞ്ഞതാണ് കേട്ടോ, ചൂര ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ അതെ, നമുക്ക് സാധാരണ ഇതിൻ്റെ മേളിൽ വെച്ച് കട്ട തൈരും കൂടെ ഒക്കെ ഉള്ളപ്പോഴാണ് അടിപൊളിയാകുന്നത്. ഇത് പിന്നെ ഈ ഉണ്ടമുളക് എല്ലായിടും ഉണ്ട്. പിന്നെ ഇത് ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ തോര സൈഡിൽ കാണത്തുള്ളൂ. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയൊന്നും ഇത്ര അടിപൊളിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മുകേഷ് ഏട്ടൻ പരിപാടി തുടങ്ങിയേക്കുവാണ് കേട്ടോ. ആകെ എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുവാണ്. എങ്കിലും മുകേഷ് ഏട്ടനും ആ ഒരു തൈരില്ലല്ലോ എന്നൊന്ന് ഒരു വിഷമമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ഉരുള അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുവാണ് കേട്ടോ. എന്താണെന്ന് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കുറേ സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. എങ്കിലും ഉണ്ടല്ലോ, എൻ്റെ ആ മുഖത്തെ ഭാവം കാണുമ്പോൾ അറിയാൻ നമ്മൾ പ്രതീക്ഷിച്ചൊരു സംഗതി ഇല്ല. ആ ഒരു തൈരിൻ്റെ ആ ഒരു പുളിപ്പും പിന്നെ നമ്മുടെ സാധാരണ ഉപ്പിലിട്ട എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമുക്ക് സാധാരണ പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കാണാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉപ്പിലിട്ട ഒന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി ചമ്മന്തിയും അച്ചാറും ഉണക്കമീനും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇപ്പം മുകേഷ് ഏട്ടനും അങ്ങോട്ട് നല്ല സാറ്റിസ്ഫാക്ഷനിലൊന്നും അല്ല കഴിക്കുന്നത്. കുറേശ്ശെ വെച്ചൊക്കെയാണ് കഴിക്കുന്നത്. ഈ മീൻകറി നമുക്ക് വെറുതെയാണ് കേട്ടോ. സത്യത്തിൽ പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ നമുക്ക് ഈ മീൻകറിയുടെ ആവശ്യമേ ഇല്ല. ഞാൻ കുറേ അടുത്തുനിന്ന് ഇങ്ങനെ ഈ പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മംഗലപുരത്ത് കാന്താരി പഴങ്കഞ്ഞി കടയില്ലേ, അവിടുത്തേതായിരുന്നു എനിക്ക് ഏറ്റവും. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ചൂര ഉണ്ടല്ലോ, നമുക്ക് സാധാരണ ഈ ചൂരയുടെ മാംസത്തിന് ഇച്ചിരി കട്ടി വരും. പക്ഷേ ഇത് എക്സ്ട്രീംലി സോഫ്റ്റ് ആയിട്ടുള്ള മാംസമായിരുന്നു കേട്ടോ. ഈ ഒരു ചൂര ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ഇതിൻ്റെ അടിത്തട്ട് കണ്ടേ പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ നിർത്താറുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. മുകേഷ് ഏട്ടൻ പക്ഷേ വാടിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ. കാശ് കൊടുക്കുന്നതല്ലേ മുതലാക്കി എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് മുകേഷ് ഏട്ടൻ അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഫ്രൈ ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈയും അത്യാവശ്യം സൈഡ് ഡിഷൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഫ്രൈ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അച്ചാറും ചമ്മന്തിയും ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പഴങ്കഞ്ഞി സംഭവം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം ജ്യൂസ് കടയുണ്ട്. നമ്മുടെ തഴുത്തല തന്നെ ഉള്ളതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ജ്യൂസ് കിട്ടും. പക്ഷെ ഞാൻ കഴിച്ചത് സോഡ ലൈമാണ് കേട്ടോ. ഇവിടെ ഒത്തിരി വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്ഥിരം സോഡ ലൈമിൻ്റെ ആളാണ് ഈ ചൂടത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും. പക്ഷേ മുകേഷ് ഏട്ടൻ തന്നെ നമ്മുടെ സർബത്തിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ഷീണം നമ്മൾ യാത്ര ചെയ്ത് വെയിലത്ത് പോയതാണ്. അപ്പോൾ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്